ഹായ് നമസ്കാരം. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ യാത്ര വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ബൃഹദീശ്വര ക്ഷേത്രം കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണുള്ളത്. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ മനോഹരമാണ്. കാണാത്ത കാഴ്ചകൾ അതിമനോഹരം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, അത്രയും മനോഹരമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിമനോഹരമാണ്, ഉള്ളിൽ അതിനേക്കാൾ മനോഹരമാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ടും ഇതൊക്കെ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുമാത്രം എഫേർട്ട് എടുത്തായിരിക്കും ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നു പോകുന്ന യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കാരണം 1003-1010 കാലഘട്ടത്തിൽ അന്നത്തെ രാജാവായിരുന്ന രാജരാജ ചോളൻ ഒന്നാമനാണ് ഇത് പണി കഴിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രേഖകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം അത്രയും മനോഹരമാണ് കേട്ടോ. കാരണം വാക്കുകളില്ല പറയാൻ. കാരണം എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ട്, ഇത് ഞാൻ എൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു റൗണ്ടിലൊരു സംഭവമുണ്ട്. ഏകദേശം 80 ടൺ ഭാരം വരുന്ന ഒരു സംഭവമാണ്. അത് അന്ന് ഇതിൻ്റെ മുകളിൽ കയറ്റാനായിട്ട് ഏകദേശം ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററോളം മണ്ണിട്ട് കൊണ്ടുപോയിട്ട് കുറേ ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് അതിവിടെ കയറ്റിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളൊരു വീഡിയോ കണ്ടപ്പോഴും നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത്. യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ കൂടുതൽ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. ചരിത്രം വായിക്കുന്നതിനേക്കാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളതെപ്പോഴും കണ്ട് ആസ്വദിക്കുക തന്നെ വേണം അല്ലേ. നമുക്ക് കാണാനൊക്കെ ആയിട്ടാണ് ചരിത്ര നിർമ്മിതികൾ ഇന്നും ഇങ്ങനെ ഇവിടെ ഭംഗിയായിട്ട് ഓരോ സർക്കാരുകളും പരിപാലിച്ചു കൊണ്ടുപോകുന്നത്, വരും തലമുറയ്ക്കും കൂടി കാണാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ തമിഴ്നാട് യാത്രയിൽ നമുക്കറിയാം, മലയാളികൾ ഒരുപാട് പേര് തമിഴ്നാട്ടിലേക്ക് വരാറുള്ളതാണ്. പ്രത്യേകിച്ച് കേരളീയർ വേളാങ്കണ്ണി പോലെ അല്ലെങ്കിൽ മധുര, പഴനി പോലെയുള്ള യാത്രകളിലൊക്കെ രാമേശ്വരമൊക്കെ ഉൾപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പോൾ ഇനി ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ, തഞ്ചാവൂർ കൂടി പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കയറി ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വേണം പോകാനായിട്ട്.